എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് യാദൃശ്ചികമല്ല. അതെ, യാദൃശ്ചികമല്ല. ഈ നിമിഷം നിങ്ങൾ ഇവിടെ എത്തിയതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ജീവിതത്തിൽ ചില സമയങ്ങളിൽ നമ്മൾ ഒറ്റപ്പെട്ടവരാണെന്ന് തോന്നും. നമ്മളെ ആരും മനസ്സിലാക്കുന്നില്ലെന്ന് തോന്നും. പ്രാർത്ഥനകൾ പോലും കേൾക്കപ്പെടുന്നില്ലെന്ന് തോന്നും. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വളരെ വ്യക്തമായ ഒരു സന്ദേശമാണ്. ഇത് ഒരു സാധാരണ പ്രചോദന സന്ദേശമല്ല. ഇത് ഹനുമാൻ സ്വാമിയുടെ ആശ്വാസം ആയി നിങ്ങൾ കേൾക്കേണ്ട ഒരു ആത്മവിളിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന സങ്കടങ്ങൾ, ആശങ്കകൾ, പ്രതിസന്ധികൾ ഇവയൊന്നും നിങ്ങളെ തകർക്കാൻ വന്നതല്ല. നിങ്ങൾ കരുതുന്നതിലും കൂടുതൽ കരുത്തുള്ളവനാണ് നിങ്ങൾ. നിങ്ങൾ കരുതുന്നതിലും കൂടുതൽ സംരക്ഷിതനാണ് നിങ്ങൾ. നിങ്ങൾ കരുതുന്നതിലും കൂടുതൽ ദൈവിക അനുഗ്രഹത്തിൽ കഴിയുന്നവനാണ് നിങ്ങൾ. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായി കേൾക്കൂ. കാരണം ചില സന്ദേശങ്ങൾ നമ്മൾ കേൾക്കേണ്ട സമയം വരുമ്പോഴാണ് നമ്മൾ കേൾക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് യാദൃച്ഛികമല്ല എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് വെറും ഒരു യൂട്യൂബ് വീഡിയോ അല്ല. ജീവിതത്തിൽ ചില നിമിഷങ്ങളുണ്ടാകും. അപ്പോൾ നമ്മൾ ഒരു മറുപടി തേടുന്നു, ഒരു അടയാളം തേടുന്നു, ഒരു ആശ്വാസം തേടുന്നു. ആ നിമിഷങ്ങളിൽ ദൈവം പല വഴികളിലൂടെ നമ്മളെ സമീപിക്കും. ഒരാൾ പറഞ്ഞ വാക്കുവഴി, ഒരു പുസ്തകം വഴി, ഒരു സ്വപ്നം വഴി, അല്ലെങ്കിൽ ഒരു വീഡിയോ വഴി. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടത് യാദൃച്ഛികമല്ല. ഇതൊരു വിളിയാണ്. നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്ന വിളി. നീ ഒറ്റയ്ക്കല്ല എന്ന് പറയുന്ന വിളി. ഞാൻ കൂടെയുണ്ട് എന്ന് പറയുന്ന ദൈവീക ഉറപ്പ്. നിങ്ങൾ ഒറ്റയ്ക്ക് പോരാടുന്നുവെന്ന് നിങ്ങൾ കരുതുന്നു. പക്ഷേ അദൃശ്യമായ ഒരു കരുത്ത് നിങ്ങൾക്കൊപ്പം നടക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടിട്ടുണ്ട്. പലർക്കും ഒരു സംശയമുണ്ടാകും, എൻ്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുമോ? നിങ്ങൾ കരഞ്ഞ രാത്രികൾ, നിങ്ങൾ പറഞ്ഞ നിശബ്ദ പ്രാർത്ഥനകൾ, ആരും കാണാതെ പൊഴിച്ച കണ്ണുനീർ, ഇവ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ദൈവം നമ്മൾ പറയുന്ന വാക്കുകൾ മാത്രമല്ല കേൾക്കുന്നത്, നമ്മൾ പറയാതെ ഉള്ളിൽ പൊള്ളുന്ന വേദനയും കേൾക്കും. നിങ്ങൾ എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇത്ര കഷ്ടം എന്ന് ചോദിച്ചിട്ടുണ്ടാകാം. പക്ഷേ ആ ചോദ്യം പോലും ദൈവം കേട്ടിട്ടുണ്ട്. ഇന്ന് ഈ സന്ദേശം നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ വേദന അറിയപ്പെടുന്നു. നിങ്ങൾ മറക്കപ്പെട്ടിട്ടില്ല എന്നതാണ്. കഷ്ടപ്പാടുകൾ നിങ്ങളെ തകർക്കാൻ വന്നതല്ല. ജീവിതത്തിൽ പ്രതിസന്ധി വന്നാൽ നമ്മൾ ആദ്യം ചോദിക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ്. പക്ഷേ ആത്മീയമായ സത്യം മറ്റൊന്നാണ്. ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ നിങ്ങളെ തകർക്കാൻ വന്നതല്ല, നിങ്ങളെ മാറ്റാൻ വന്നതാണ്. സ്വർണം എങ്ങനെ ശുദ്ധമാക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അഗ്നിയിൽ വെച്ചാണ് സ്വർണം ശുദ്ധമാകുന്നത്, അല്ലേ? അഗ്നി സ്വർണത്തെ നശിപ്പിക്കുമോ? ഇല്ല, അത് സ്വർണത്തെ ശുദ്ധമാക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ നിങ്ങളെ തകർക്കാൻ വന്നതല്ല, നിങ്ങളെ കൂടുതൽ ശക്തിയുള്ളവനാക്കാൻ വന്നതാണ്. ഇന്ന് നിങ്ങൾ നേരിടുന്ന വേദന നാളെ നിങ്ങളുടെ കരുത്തിൻ്റെ കഥയാകും. വേദനയുടെ മറഞ്ഞിരിക്കുന്ന അർത്ഥം. ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ പലപ്പോഴും വേദനയിലൂടെ വരും. നിങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം, നിരാശ, വഞ്ചന, പരാജയം, ഇവയെല്ലാം നമ്മുടെ ഉള്ളിൽ ഒരു പുതിയ മനുഷ്യനെ ജനിപ്പിക്കും. നിങ്ങൾ പഴയ ആളല്ല. ഇനി
നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കൽ നിങ്ങൾ വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങളും തകർന്നിട്ടുണ്ടാകും. പക്ഷേ അതിനാൽ നിങ്ങൾ ബലഹീനനായിട്ടില്ല. നിങ്ങൾ കൂടുതൽ യാഥാർത്ഥ്യബോധമുള്ളവനായി മാറുകയാണ്. യഥാർത്ഥ ശത്രുക്കൾ പുറത്തല്ല. പലപ്പോഴും നമ്മൾ കരുതും എൻ്റെ പ്രശ്നങ്ങൾക്ക് കാരണം മറ്റുള്ളവരാണെന്ന്. പക്ഷേ ആത്മീയ സത്യം പറയുന്നത് യഥാർത്ഥ ശത്രുക്കൾ നമ്മുടെ പുറത്തല്ല, അവ നമ്മുടെ ഉള്ളിലാണ്. ക്രോധം, അഹങ്കാരം, അത്യാഗ്രഹം, അസൂയ, ഭയം ഇവയാണ് മനുഷ്യൻ്റെ യഥാർത്ഥ ബന്ധനങ്ങൾ. പുറത്തെ ലോകം നമ്മെ അധികം നശിപ്പിക്കില്ല, പക്ഷേ ഉള്ളിലെ വികാരങ്ങൾ നമ്മെ തകർക്കും. അതുകൊണ്ട് ആത്മീയ മാർഗം ആദ്യം പറയുന്നത് സ്വയം ജയിക്കുക എന്നാണ്. സ്വയം ജയിച്ചാൽ ലോകം ജയിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പുറത്തുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. മറ്റുള്ളവർ എങ്ങനെ പെരുമാറണം, ജീവിതം എങ്ങനെ നടക്കണം, ഫലം എങ്ങനെ വരണം. പക്ഷേ ഇതൊന്നും നമ്മളുടെ നിയന്ത്രണത്തിലില്ല. നമ്മളുടെ നിയന്ത്രണത്തിലുള്ളത് ഒന്ന് മാത്രം. അത് നമ്മുടെ മനസ്സാണ്, നമ്മുടെ പ്രതികരണമാണ്, നമ്മുടെ ചിന്ത, നമ്മുടെ തിരഞ്ഞെടുപ്പ്. ഇതുമാത്രമാണ് നമ്മുടെ നിയന്ത്രണത്തിലുള്ളത്. സ്വയം ജയിക്കുന്നവൻ ജീവിതം ജയിക്കും. എല്ലാം നിയന്ത്രിക്കണമെന്ന ആവശ്യം വിടുക. ജീവിതത്തിലെ വലിയ വിഷമം എന്താണെന്നറിയാമോ? എല്ലാം നിയന്ത്രിക്കണമെന്ന ആഗ്രഹം. നമ്മൾ കരുതുന്നു എല്ലാം എൻ്റെ പ്ലാനിങ് പോലെ നടക്കണം. പക്ഷേ ജീവിതം അങ്ങനെയല്ല. ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ കയ്യിൽ, പല കാര്യങ്ങൾ നമ്മുടെ കയ്യിലല്ല. ഇത് മനസ്സിലാക്കുമ്പോൾ ഒരു വലിയ ശാന്തി വരും. സമർപ്പണം എന്നത് തോൽവിയല്ല, അതൊരു ഉയർന്ന ബോധമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യുക, ശ്രമിക്കുക, കർമ്മം ചെയ്യുക. പക്ഷേ ഫലം പിടിച്ചു നിൽക്കരുത്. ഫലം ദൈവത്തിന് സമർപ്പിക്കുക. ഇതാണ് യഥാർത്ഥ സമർപ്പണം. ഒരിക്കലും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ജീവിതത്തിൽ ഭയം പലപ്പോഴും നിങ്ങളെ തേടി വരും. ഭാവിയെക്കുറിച്ചുള്ള ഭയം, നഷ്ടത്തെക്കുറിച്ചുള്ള ഭയം, അറിയാത്തതിനെക്കുറിച്ചുള്ള ഭയം. പക്ഷേ ഒരു ആത്മീയ സത്യമുണ്ട്: നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഒരു ദൈവീക കരുത്ത് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. നിങ്ങൾ വീണപ്പോൾ എഴുന്നേൽപ്പിച്ച കരുത്ത്, നിങ്ങൾ കരഞ്ഞപ്പോൾ ആശ്വസിപ്പിച്ച കരുത്ത്, നിങ്ങൾ വഴിതെറ്റിയപ്പോൾ രക്ഷിച്ച കരുത്ത്. അത് അദൃശ്യമാണ്, പക്ഷേ യാഥാർത്ഥ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കാണാത്ത സംരക്ഷണം. പല അപകടങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. പല തെറ്റായ വഴികളിൽ നിന്ന് നിങ്ങൾ തിരിഞ്ഞു നടന്നിട്ടുണ്ട്. പല ദോഷങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം വെറും ഭാഗ്യമോ? അല്ല, ഒരു സംരക്ഷണം ഉണ്ടായിരുന്നു. നിങ്ങൾ കാണാത്ത കൈകൾ നിങ്ങളെ നയിച്ചു. നിങ്ങൾ കരുതുന്നതിലും ശക്തനാണ് നിങ്ങൾ. ഇന്ന് നിങ്ങൾ ക്ഷീണിച്ചിരിക്കാം, നിരാശനായിരിക്കാം, തളർന്നിരിക്കാം. പക്ഷേ ഇത് നിങ്ങളുടെ യഥാർത്ഥ അവസ്ഥയല്ല. നിങ്ങളുടെ ഉള്ളിൽ ഒരു അത്ഭുതകരമായ കരുത്തുണ്ട്. ജീവിതം പലതവണ തകർക്കാൻ ശ്രമിച്ചെങ്കിലും നിങ്ങൾ ഇന്നും ഇവിടെയുണ്ട്. അത് തന്നെ വലിയൊരു തെളിവാണ്. ജീവിതത്തെ പുതിയ ദൃഷ്ടികോണിലൂടെ കാണുക. പ്രശ്നങ്ങൾ ജീവിതത്തിൻ്റെ അവസാനമല്ല, അത് പലപ്പോഴും ഒരു പുതിയ തുടക്കമാണ് എന്നത് മനസ്സിലാക്കുക. നഷ്ടങ്ങൾ പലപ്പോഴും വഴിത്തിരിവുകളാണ്. പരാജയങ്ങൾ പലപ്പോഴും ദിശാമാറ്റങ്ങളാണ്. ജീവിതം നമ്മൾ കരുതുന്നത് പോലെ നേരെ പോകില്ല, പക്ഷേ അത് നമ്മെ വേണ്ടിടത്ത് എത്തിക്കും. ജീവിതത്തിൽ 2 പ്രധാനമായിട്ടുള്ള കരുത്തുകളാണ് വേണ്ടത്: ആത്മവിശ്വാസവും ഭക്തിയും. ജീവിതത്തിലെ ഈ 2 കരുത്തുകൾ ചേർന്നാൽ മനുഷ്യൻ അത്ഭുതം ചെയ്യുന്നു. ആത്മവിശ്വാസവും ഭക്തിയും. ആത്മവിശ്വാസം എന്നത് എനിക്ക് കഴിയും, ഭക്തി എന്നത് ദൈവം കൂടെയുണ്ട് എന്നതുമാണ്. ഇത് രണ്ടും ചേർന്നാൽ നിങ്ങൾക്ക് ഭയമുണ്ടാകില്ല. ഭയം അവിടെ
തീർച്ചയായും നിലനിൽക്കില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ കേട്ടത് ഒരു സാധാരണ സന്ദേശമല്ല, ഒരു ആത്മീയ ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ മറക്കപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ വേദനയ്ക്ക് അർത്ഥമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന് ഒരു ദിശയുണ്ട്. ഭയം വിട്ടുകളയൂ, നിരാശ വിട്ടുകളയൂ. നിങ്ങൾ തകർന്നു പോയിട്ടില്ല, നിങ്ങൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല, നിങ്ങൾ നയിക്കപ്പെടുന്നു. നിങ്ങൾ ബലഹീനനല്ല, നിങ്ങൾ ദൈവീക കരുത്തിൽ നിലകൊള്ളുന്നവനാണ്. അതുകൊണ്ട് മുന്നോട്ട് നടക്കൂ, വിശ്വാസത്തോടെ, ധൈര്യത്തോടെ, ഭക്തിയോടെ. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി സംസാരിക്കാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.